താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ മർഡർ. ആ ചെറുക്കൻ മരിച്ചു, വളരെ വിഷമമുണ്ട്. ഇവിടെ ചാനലുകാരെല്ലാവരും അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് അവനെ വളഞ്ഞിട്ട് കുറേ കൂട്ടുകാർ ചേർന്ന് കൊന്നു, അവനൊരു പാവം, അവനൊരു പാവപ്പെട്ട വീട്ടിലെ എന്നൊക്കെയാണ്. അപ്പോൾ കൊന്നവരെല്ലാം മഹാവില്ലന്മാർ, ഇവൻ പാവത്താനും. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇവനെ ഇവൻ്റെ കൂട്ടുകാരൻ വന്ന് വിളിച്ചുകൊണ്ട് പോയത് സ്കൂട്ടറിൽ, തിരിച്ചു കൊണ്ടുവിട്ടത് സ്കൂട്ടറിൽ. ഈ സ്കൂട്ടറൊക്കെ ആര് കൊടുത്തു? അപ്പനും അമ്മയും കൊടുത്തു. എന്തിനു കൊടുത്തു? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് സ്കൂട്ടർ. രണ്ടാമത്തെ കാര്യം, മൊബൈൽ ഫോണ്. എല്ലാവൻ്റെയിലും പാള പോലത്തെ ഫോണുണ്ടല്ലോ. പാവപ്പെട്ട വീട്ടിലാന്ന് പറഞ്ഞു, പക്ഷെ അവൻ്റെയിലും ഉണ്ടല്ലോ സ്മാർട്ട് ഫോൺ. എന്തിനു മേടിച്ചു കൊടുത്തു? ഈ 15 വയസ്സുള്ളവനെ എന്തിന് സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുത്തു? അതുള്ളതുകൊണ്ടല്ലേ ഇൻസ്റ്റാഗ്രാമും പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അയലൊക്കത്തെ ചെറുക്കനും ഉണ്ട്, അതുകൊണ്ട് എൻ്റെ മകനും വേണം, ഇല്ല മോശമല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി ആരാ? വെറും ഇപ്പം എല്ലാവരും മയക്കുമരുന്നെന്നൊക്കെ പറയേണ്ട അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ശരിക്കും ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഉത്തരവാദികളാരാ? ഈ അപ്പനും അമ്മയൊക്കെ തന്നെയാണ്. അപ്പനമ്മമാർ തമ്മിൽ, അയൽവക്കത്തെ അപ്പനും അമ്മയും ഇവിടുത്തെ അപ്പനും അമ്മയും എല്ലാം തമ്മിൽ കോമ്പറ്റീഷനാണ്. മൊബൈൽ ഫോൺ കൊടുത്തില്ല നമ്മുടെ അഭിമാനം പോകും. പിന്നെ അടുത്ത കാര്യം, ഈ മരിച്ച ചെറുക്കൻ അവൻ ആളത്ര മോശക്കാരനൊന്നുമല്ല. അവനും ഒരു ഗ്രൂപ്പിലെ, ഒരു ഗാങ്ങിലെ മെമ്പറാണ്. ഇത് 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിയായിരുന്നു പ്രശ്നം, അല്ലാതെ കുറേ പേര് ചേർന്നിട്ട് ഇവനെ വെറുതെ വഴിയിലിട്ട് അടിച്ചു തല്ലിക്കൊല്ലു അല്ലായിരുന്നു. 2 ഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായപ്പോൾ അതൊരു മരണത്തിലേക്ക് എത്തി, അല്ലെ അവരെത്തിച്ചു. അപ്പം ഷഹബാസും ആളത്ര മോശമൊന്നുമല്ല, അവൻ്റെ ഭാഗത്തും കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഈ വില്ലന്മാരുടെ വാട്സപ്പും മൊബൈലും ഇൻസ്റ്റാഗ്രാമും ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഷഹബാസിൻ്റെ ഗാങ്ങിൻ്റെ ഇൻസ്റ്റാഗ്രാമും മൊബൈലുകളൊക്കെ ഇത് ചെക്ക് ചെയ്താൽ കൊള്ളാം. എങ്കിലേ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.